Oh my gosh. വീട്ടിൽ അമ്മ, പെങ്ങള്, ഭാര്യ, കാമുകി ഒക്കെ ഇല്ലാത്ത സമയത്ത് ആമ്പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാധനം കാണിച്ചു തരാം. ആദ്യം അടിക്കട്ടിയുള്ളൊരു പാൻ വെച്ച്, പാനല്ല ഈ സാധനത്തിൻ്റെ വേറെന്തോ, അത് വെച്ച് 2 കപ്പ് വെള്ളം ഒഴിക്കുക. കുറച്ച് സുച്ചിനിയും കുറച്ച് ക്യാരറ്റും, അതിൻ്റെ പേര് സുച്ചിനിയാണോ സുക്കിനിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരും. ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. ആ കൂടത്തിൽ ഒരു ഇച്ചിര ഉപ്പിടാൻ വേണ്ടി വെച്ച് മറന്നു പോയേക്കൽ. ആ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം എന്താണ്ട് ഈ സാമാനത്തിൻ്റെ പേരാണ് ബാംബൂ ഷൂട്ട്സ്. കഴിഞ്ഞ കൊല്ലം ചൈനയിൽ പോയപ്പോൾ കോട്ടയം കല്ലീസ് ചൈനക്കാരെ പറ്റി ഒപ്പിച്ചതാണ്. എക്സ്പയർ എഴുതിയിട്ടില്ലാത്ത ഈ സാധനം ഇട്ട കാര്യം ഇന്നലെ ഞാനിത് കഴിച്ചിട്ട് ചത്തില്ല എന്നുകൊണ്ടാണ്. അപ്പോൾ ആ സാമാനമാണ് ബാംബൂ ഷൂട്ട്. ഇത് കണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ മുളയുടെ തണ്ടില്ലയോ, അത് തന്നെ ഇളത്ത മുളയുടെ തണ്ട്, അതിട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക. ഇതിൻ്റെ ഇനി മെയിൻ സാധനം ഏതെങ്കിലും ഒരു നൂഡിൽസ്, അത് മാഗിയോ നിങ്ങൾക്ക് കണ്ണിൽ കിട്ടുന്ന ഏതാണെങ്കിലും അതതിനകത്തേക്കും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് വെന്തുരുക്കി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഇതുണ്ട്, ഇതിന് ഈ പാക്കറ്റ് തന്നെ വരുന്ന ആ കൂട്ടത്തിൽ ആ ഉണങ്ങിയ സാമാനങ്ങൾ, പച്ചക്കറിയുണ്ട്, ഉണക്കച്ചമ്മീനുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊടി വരും, സീ ഫുഡിൻ്റെ ആണ് ഇത്തവണത്തത്. അപ്പോൾ ആ പൊടിയും കൂടെ ഇട്ടതിന് ശേഷം മൊത്തം കൂടെ ചേർത്ത്, അപ്പോൾ ആ നൂഡിൽ ഏറെക്കുറെ വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി മൊത്തത്തോടെ ഒന്ന് ഇളക്കി നല്ല പിഞ്ഞ സെറ്റപ്പിൽ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ തീയെ നിറക്കല് അവിടെ തന്നെ വെക്കണം. ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്ന ഈ സാമാനത്തിൻ്റെ പേരാണ് തൊമ്യോം പേസ്റ്റ്. ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ചോ, നല്ല രുചിയാണ്. തൊമ്യോം സൂപ്പിൻ്റെ രുചി കിട്ടും. എന്ന് വെച്ച് ഗ്രില്ല് ചെയ്ത, എയർ ഫ്രയറിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്ത വലിയൊരു പീസ് ചിക്കൻ, ആ കൂട്ടത്തിൽ തന്നെ ഗ്രില്ല് ചെയ്തെടുത്ത കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പീസ് ചിക്കൻ, ഹോൾ ലെഗാണ്. അതങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണാൻ എന്നാ രസമായിരിക്കും എന്നറിയോ. അവൻ ഇതിനകത്ത് കിടന്നങ്ങോട്ട് വെന്തിട്ട് അതിൻ്റെ ആ ഒരു മണവും രുചിയെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങണം. മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ ഒരു ബുൾസൈ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ച് പൊക്കിയാൽ സാമാനം റെഡി. സാമാനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയംകാർക്ക് നോർമൽ ഭാഷയാണ്, പക്ഷേ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് മോശം ഭാഷയായിരിക്കും. സാരമില്ല, പോട്ടെ. ഇതിപ്പം ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചെടുക്കുക. അതിന് ശേഷം ഇവനെ നമുക്ക് കഴിച്ച് നോക്കണം എങ്ങനെയുണ്ട് രുചിയും കാര്യങ്ങളും നോക്കി. അപ്പോൾ പിന്നെ രുചിയില്ല പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത് സംഗതി എന്നാന്ന് വെച്ചാൽ നമ്മുടെ രാമൻ നൂഡിൽസിൻ്റെ ഏതാണ്ട് സെറ്റപ്പാണ് കേട്ടോ. ഈ റാമൻ ഇങ്ങനെ കോരി അങ്ങ് എടുത്ത് വെച്ച് നമ്മുടെ പാദത്തിലേക്ക് വെക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എൻ്റെ പൊന്നെ, അതിൻ്റെ അത്രയും ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ. ഇനി ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ പേടിയാണെങ്കിൽ കാമുകിനെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് കഴിക്കാൻ. എല്ലാ ദിവസവും ചോറും കറിയൊക്കെ ഇല്ലയോ തിന്നുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അന്നേരം ഒരു പ്രത്യേക രസമൊക്കെ കിട്ടുന്നത്. സൂപ്പർ. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, ഇതിൻ്റെ ഏറെക്കുറെ രുചി എങ്ങനെയാണെന്നറിയോ. ഓൾറെഡി ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന പാക്കറ്റ് സീ ഫുഡിൻ്റെ ആണ്. നമ്മൾ കൂട്ടത്തിൽ തൊമ്യോം പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ സീ ഫുഡ് തൊമ്യോം സൂപ്പിൻ്റെ രുചി കിട്ടും നമുക്ക്. അടിപൊളിയാണ്. ചുമ്മാ ചെയ്ത് നോക്കുക, വേറെ ലെവലാണ്. ഐറ്റത്തിൻ്റെയൊക്കെ ലിങ്ക് വേണം പറഞ്ഞ് അയച്ചു തരാം.